കോമൺ റിക്രൂട്ട്മെൻറ്റ് എക്സാമിനേഷൻ നടക്കുന്ന കാര്യം എത്ര പേർക്ക് അറിയാം? ഞാൻ പറയുമ്പോഴാണ് പല എൻ്റെ ഫ്രണ്ട്സും ഈ കാര്യം അറിയണത്. ഇന്ത്യയിലൊട്ടാകെ 22ഓളം എയിംസ് ഉണ്ട്. എല്ലാ എയിംസിലേക്കും കൂടി ഗ്രൂപ്പ് എ ബി സി ഡി കാറ്റഗറിയിലേക്കായിട്ട് 4000ഓളം വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ജനുവരി 1 നോട്ടിഫിക്കേഷൻ വന്നതാണ്. ജനുവരി 31 വന്നിട്ട് ലാസ്റ്റ് ഡേറ്റ്. എനിക്ക് വീഡിയോ ചെയ്യാൻ സത്യം പറഞ്ഞാൽ ടൈം കിട്ടാത്തതുകൊണ്ടാണ്. മലയാളികൾ ഇതിനെക്കുറിച്ച് അറിയില്ല എന്ന് തോന്നുന്നു. ഞാൻ നഴ്സിംഗ് ഓഫീസറാണ്. നഴ്സിംഗ് ഓഫീസേഴ്സിന് വേണ്ടി നോർസെറ്റ് എന്നിട്ട് വേറൊരു എക്സാം വരും. ഇതിൽ വേക്കൻസി വന്നിരിക്കുന്നത് സീനിയർ നഴ്സിംഗ് ഓഫീസേഴ്സിനുള്ള വേക്കൻസിയാണ്. 60ഓളം വേക്കൻസി ഉണ്ട്. പിന്നെ ഗ്രൂപ്പ് എ ബി സി ഡി എന്ന് പറയുമ്പോൾ ഡോക്ടേഴ്സ്, ടെക്നീഷ്യൻസ്, അക്കൗണ്ടൻറ്റ്, ഒരുപാട് ജോലിക്കുള്ള വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോബ് ശ്രമിക്കുന്നവർക്ക് ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്കറിയാം കേരളത്തിൽ PSC കിട്ടാനുള്ള ബുദ്ധിമുട്ട്. അതിനേക്കാൾ എളുപ്പമാണ് നിങ്ങൾക്കൊരു സെൻട്രൽ ഗവൺമെൻറ് ജോബ് കിട്ടാനുള്ളത്. നോട്ടിഫിക്കേഷൻസ് ഒരുപാട് നോട്ടിഫിക്കേഷൻസ് പറയണം. അതിൻ്റെ ഡീറ്റെയിൽസ്, ഏജ്, നമുക്ക് കാറ്റഗറി അനുസരിച്ച് വേക്കൻസി എല്ലാം ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. 250ഓളം പേജ് വരുന്ന ഒരു PDF ആണത്. നിങ്ങളത് ഓപ്പൺ ചെയ്ത് നോക്കണം. നിങ്ങളുടെ കുടുംബത്തിലോ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടതാണെങ്കിൽ നിങ്ങളത് ഷെയർ ചെയ്ത് കൊടുക്കണം. ജനുവരി 31 ലാസ്റ്റ് ഡേറ്റ് ആണെങ്കിലും നമുക്ക് കറക്റ്റ് ചെയ്യാനുള്ള ഡേറ്റ് ഫെബ്രുവരി 14 വരെയുണ്ട്. ഒരു വട്ടം ഓപ്പൺ ചെയ്ത് ഡിഗ്രി കഴിഞ്ഞവർക്കും ടെക്നീഷ്യൻസ്, ITI, എഞ്ചിനീയറിംഗ്, അങ്ങനെ എല്ലാ ജോബിനും എയിംസിലേക്കുള്ള ഒരുപാട് വേക്കൻസീസ് ഉണ്ട്. അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള ടൈം നമുക്കില്ല. ഒരുപാട് കാറ്റഗറീസ് നിങ്ങളുടെ ഏജ് അനുസരിച്ച്, പിന്നെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് എന്തെങ്കിലും ജോബ്, സെൻട്രൽ ഗവൺമെൻറ് ജോബ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ ലിങ്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി നിങ്ങൾക്ക് പറ്റിയ എന്തെങ്കിലും വേക്കൻസി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക. അറിയാത്തത് കൊണ്ട് തന്നെ ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോബ് കിട്ടാൻ എളുപ്പമാണ്. PSCനൊക്കെ എളുപ്പമാണെന്ന് ഞാൻ എൻ്റെ അനുഭവം വെച്ച് പറയുകയാണ്. ഒരുപാട് ലിസ്റ്റുകളിൽ PSCയിൽ വന്നിട്ട് നമുക്ക് കിട്ടാതെ പോയതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ജോബ് അറിയാത്തത് കൊണ്ട് മാത്രം ഏജ് കടന്നുപോയ ഒരുപാട് പേരുണ്ട്. ഞാൻ തന്നെ ഒരുപാട് ഏജ് ആയിട്ടാണ്, മീൻസ് 30 ഇയേഴ്സിലാണ് എയിംസിൻ്റെ എക്സാം എഴുതിയത്. അതിലെനിക്ക് ആദ്യം തന്നെ കിട്ടും ചെയ്തു. അപ്പോൾ ഒരുപാട് പേര് ഇപ്പോഴാണ് എന്നോട് ചോദിക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൽ എങ്ങനെയാണ് ജോബ് കിട്ടുന്നത്, ഇത് ഞങ്ങൾക്കൊന്നും അറിയില്ല, എന്തെങ്കിലും ഇൻഫർമേഷൻസ് കിട്ടുകയാണെങ്കിൽ അറിയിക്കണമെന്ന് ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ സത്യം പറഞ്ഞാൽ വൈകിപ്പോയി. ഇനിയൊരു 4 ദിവസമേ ബാക്കിയുള്ളെങ്കിൽ പോലും നിങ്ങൾ ഈ ലിങ്ക് ഓപ്പൺ ചെയ്ത് പറ്റുന്ന ആൾക്കാർക്ക്, നിങ്ങളെയൊക്കെ അറിയാവുന്ന ആർക്കെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ദയവ് ചെയ്ത് ഈ ലിങ്ക് അയച്ചു കൊടുക്കുക. അപ്ലൈ ചെയ്യാൻ പറ്റുന്നവർ അപ്ലൈ ചെയ്യട്ടെ. നമ്മൾ കാരണം ഒരു കുടുംബയിൽ രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെടട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അറിയാത്തത് കൊണ്ട് ഇങ്ങനൊരു എക്സാം ഉണ്ട്, അറിയാത്തത് കൊണ്ട് ആരും അപ്ലൈ ചെയ്യാതെ പോകരുത്. ഒരു വട്ടെങ്കിലും ഈ ലിങ്ക് ഓപ്പൺ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് പറ്റുന്ന ക്വാളിഫിക്കേഷൻ അനുസരിച്ച് പെട്ടെന്ന് എന്തെങ്കിലും ജോബിനുള്ള വേക്കൻസി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യാം. ഓക്കെ.